അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്രകാരമുള്ള ഒരു അടിമ, ആ അടിമയുടെ ജീവിതത്തിൽ എന്തൊക്കെ സവിശേഷതകളാണ് ഉണ്ടാവുക, അയാൾക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുക, അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിമ എന്ന് പറയുമ്പോൾ ഈ അടിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ പരിശുദ്ധമാകുന്ന ഇസ്ലാമിന് നേരെ കുതിര കയറുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയും. ലോകമെന്നാൽ സോഷ്യൽ മീഡിയയായി നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം മാറിപ്പോയി. സോഷ്യൽ മീഡിയയിൽ അടിമ എന്ന് പറഞ്ഞാൽ നേരെ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്കാണ് വരുന്നത്. അടിമ എന്ന വാക്ക് കേൾക്കുമ്പോഴേക്കും ഉരുപൊട്ടുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിനെ അവർ പരിചയപ്പെടുത്തുന്നത് അടിമ കച്ചവടത്തെ പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച മതമെന്നാണ്. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടിമ കച്ചവടക്കാരനെന്നാണ്. അടിമ കച്ചവടത്തെ പ്രേരിപ്പിച്ച ആളാണ് മുഹമ്മദ് എന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ പേരെന്താ? ഇവർക്ക് തന്നെ ഇട്ടിരിക്കുന്ന പേര് യമു എന്നാണ്. യമു എന്ന് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ജീവിയാണ്. ഇവർക്കിട്ട പേരാണ്, നമ്മൾ ആക്ഷേപിച്ച് വിളിക്കുന്നതല്ല. എക്സ് മുസ്ലിം എന്നതിനെ ചുരുക്കി പറയുമ്പോൾ യമു എന്ന് വിളിക്കും. ഇസ്ലാമിൽ നിന്ന് അവർ റിട്ടയർഡ് ആയി, ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തുപോയി. ഇപ്പൊ നിലവിൽ അവരുടെ പണി എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും ചീത്ത വിളിക്കുക. ഇത് തന്നെയാണ് അവരുടെ ജോലി. ഇസ്ലാമിനെ പരിഷ്കരിക്കുക, ഇസ്ലാമിനെ പുതിയ കാലത്തിനനുസരിച്ച് ഒപ്പിക്കുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് കേൾക്കുമ്പോ നമ്മുടെ വീടകങ്ങളിലുള്ള കൗമാരക്കാർക്ക്, ചെറുപ്പക്കാർക്ക് തോന്നും നല്ല രസമുള്ള ആശയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന്. ഇസ്ലാമിനെ ഒന്ന് പരിഷ്കരിക്കാൻ, വീട്ടിനകത്തളങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെ തട്ടമൊക്കെ ഒന്ന് അഴിച്ച് അവരുടെ ശരീരത്തിന്റെ തുടിപ്പും മിടിപ്പും കാണാൻ പറ്റുന്ന തരത്തിൽ അവരെ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല, നിരന്തരം വർഗീയത ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കുന്നവരാണിവർ. പരിശുദ്ധമാകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരാണ്, ഇസ്ലാം ക്രൂരതയാണ്, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം ഉഗ്രവാദമാണ് എന്നിങ്ങനെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ, അങ്ങനെ നിരന്തരമായി ഉറഞ്ഞു തുള്ളിക്കൊണ്ടേയിരിക്കാൻ. നിങ്ങൾ അറിഞ്ഞു കാണും, സോഷ്യൽ മീഡിയയിൽ കൂടി, പത്രങ്ങളിൽ കൂടി ഒരു വാർത്ത. ഈ ഡിസംബർ 20 ജർമ്മനിയിൽ ഒരു ആക്രമണമുണ്ടായി. ഈ ഡിസംബർ 20 ജർമ്മനിയിലെ മഗ്ഡേബുർഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, ക്രിസ്മസ് മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്ക്, ഈ മഗ്ഡേബുർഗ് എന്ന മാർക്കറ്റിലേക്ക്, ക്രിസ്മസിന് വേണ്ടി പ്രത്യേകമായി ഒരുക്കപ്പെട്ട മാർക്കറ്റിലേക്ക് ഒരാൾ വാഹനം ഓടിച്ചു കയറ്റുകയാണ്. അയാളുടെ കാർ ഓടിച്ചു കയറ്റുകയാണ്. കാർ ഓടിച്ചു കയറ്റുന്നു. 100 കണക്കിന് മനുഷ്യരുള്ളതാകുന്ന മാർക്കറ്റിലേക്ക് തിരക്കേറിയ സാധുക്കളാകുന്ന മനുഷ്യരാകുന്ന ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ അവരുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കുന്ന മഗ്ഡേബുർഗ് എന്ന മാർക്കറ്റിലേക്ക്, ആ നഗരിയുടെ ഒരു ഭാഗത്തുള്ള മാർക്കറ്റിലേക്ക് ഒരാൾ വാഹനം ഓടിച്ചു കയറ്റുകയാണ്. ഏതാനും മനുഷ്യർ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായ നിലയിൽ പരിക്കേറ്റു. ആ വണ്ടി ഓടിച്ചു കയറ്റിയ ആളാരാണ് എന്നൊരു അന്വേഷണം നടന്നു. നോക്കുമ്പോ പേരെന്താ? ത്വാലിബ് അബ്ദുൽ മുഹ്സിൻ. പടച്ചറപ്പ്, പള്ളിയിലെ ഖത്തീബിനേക്കാൾ വലിയ പേരാ, ത്വാലിബ് അബ്ദുൽ മുഹ്സിൻ. ഇതൊക്കെ കേട്ട ഒരു മുസ്ലിമാണെന്നേ തോന്നുന്നു. അയാൾ മുസ്ലിം ആയിരുന്നു. ഈ പേര് കാണേണ്ട താമസം സോഷ്യൽ മീഡിയയിൽ പിന്നെ ഡാൻസും ഒപ്പനയും തുടങ്ങി, ചർച്ചകൾ തുടങ്ങി, ഉറഞ്ഞു തുള്ളുവാൻ തുടങ്ങി. ഇസ്ലാം വിമർശകർ എന്ന ഓമന പേരിട്ട് ഇസ്ലാമിന് നേരെ നിരന്തരം വിഷം ഛർദ്ദിക്കുന്ന ആളുകൾ നിരന്തരമായി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇസ്ലാം എന്നാൽ തീവ്രവാദമാണ്. കണ്ടോ, ഇവരെങ്ങാനും സംരക്ഷിച്ചാൽ, ഇവരെ ഒപ്പം നിർത്തിയാൽ ഇവർ ജനങ്ങളെ കൊല്ലുന്നവരാണ്. കണ്ടോ, നിങ്ങൾ നോക്കൂ, ത്വാലിബ് അബ്ദുൽ മുഹ്സിൻ എന്ന ഒരു അറബ് വംശജൻ ഇങ്ങനെ ഒരു പ്രശ്നം ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കാൻ, ജർമ്മനിയിൽ ഉണ്ടാക്കിയിരിക്കാൻ. നമ്മുടെ കേരളത്തിൽ അവർക്ക് സംരക്ഷണം കൊടുത്താൽ, അവരെ സ്നേഹിച്ചാൽ അപ്രകാരം നമ്മുടെ കേരളത്തിലും പലയിടങ്ങളിലും ഇപ്രകാരം ആക്സിഡന്റുകൾ ഉണ്ടാവും എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഇതിനെതിരെ ഈ
ത്വാലിബ് അബ്ദുൽ മുഹ്സിൻ എന്ന വർഗീയവാദി ചെയ്ത ഈ ആക്രമണത്തിനെതിരെ ഇസ്ലാമിന് നേരെ ചാടിയത് ഇവിടുത്തെ സാധാരണ വാട്സപ്പിൽ ഇരിക്കുന്ന യുക്തിവാദിയല്ല, സാധാരണ എമുവല്ല, ഇലോൺ മസ്ക് മുതലുള്ള ബുദ്ധിജീവികളാണ് ഇതിനെതിരെ ഉറഞ്ഞു തുള്ളിയത്. ജർമ്മനിക്ക് ഭരിക്കാനറിയില്ല, ഇപ്പോൾ ഭരിക്കുന്ന ആളുകളെ അതിന് കൊള്ളില്ല, അവരുടെ സ്ഥാനം ഒഴിവാക്കി ഇറങ്ങിപ്പോകണം. മുസ്ലിങ്ങളാകുന്ന അഭയാർത്ഥികളെ എന്തിനിവിടെ കയറ്റി, എന്തിനവർക്ക് സംരക്ഷണം കൊടുത്തു, എന്തിന് നാം അവരെ പോറ്റണം? അതുകൊണ്ടല്ലേ നമുക്കിത് സംഭവിച്ചത്, നാളെയും ഇത് സംഭവിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം രംഗത്ത് വരുന്നത് ഇലോൺ മസ്കാണ്. തുടങ്ങിയുള്ള സകലമായ യുക്തിവാദികളും ഇസ്ലാം വിമർശകരെന്ന പേരിട്ട് സ്വന്തം നിരീക്ഷകരായി നടക്കുന്നതാകുന്ന സകലമായ വർഗീയവാദികളും രംഗത്ത് വന്നങ്ങനെ തുള്ളല് തുടങ്ങി. കുറച്ചുകൂടി അന്വേഷണം കൃത്യമായി നടന്നു. രംഗം കുറച്ചുകൂടി വ്യക്തമായി. എന്താ സംഭവം? ഇയാൾ അറബ് വംശജനായിരുന്നു, ഇസ്ലാം ഉപേക്ഷിച്ചു. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറ്റാത്തത് കൊണ്ടും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനാണ് അയാൾ ജർമ്മനിയിൽ വന്നിട്ടുള്ളത്. എന്താ അയാളുടെ മുദ്രാവാക്യം? അഭയാർത്ഥികളെ, മുസ്ലിങ്ങളാകുന്ന അഭയാർത്ഥികളെ ഈ ജർമ്മനിയിൽ കയറ്റരുത്. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മുടെ കേരളത്തിലെ യുക്തിവാദികൾ വിഷം ഛർദ്ദിക്കുന്നത് പോലെ അവിടെയുള്ള യുക്തിവാദികളുടെ ഒരു ദൈവമാണ് അയാൾ. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ. അങ്ങനെ ഒരു യുക്തിവാദിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടി ഇസ്ലാമിനെ വിമർശിച്ച ആളുകളുടെ ആവിയുമില്ല, അനക്കവുമില്ല. ഇപ്പൊ നോക്കൂ, ഒരു ചർച്ചയുമില്ല സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ച് ആർക്കും മിണ്ടാനേ ഇല്ല. കാരണം മുസ്ലിമിന് മാത്രം പതിച്ചു കൊടുത്തതാണ് അക്രമം, തീവ്രവാദം എന്ന് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവര് നല്ലതാണെന്നൊന്നും ആരും കരുതണ്ട. ഇവരുടെ ലക്ഷ്യം തന്നെ ഇസ്ലാമിനെ വിമർശിക്കുക, പിന്നെ വയറ് നിറയ്ക്കുക. പിന്നെയോ മുസ്ലിം വീടുകളിൽ ഇരിക്കുന്ന അടങ്ങി ഒതുങ്ങി കഴിയുന്ന പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വിശദമാക്കുന്നുണ്ട്. അവസാനം ഒരു കാലഘട്ടം വരാനുണ്ട്, എന്റെ സമൂഹത്തിനൊരു കാലം വരാനുണ്ട്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമൂഹം ഒരു കാലഘട്ടത്തെ കാണാനുണ്ട്, എന്റെ സമൂഹം ഒരു കാലഘട്ടത്തെ അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വിഷയം ഹമ്മുഹും ബുതൂനുഹും, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ വയറാ. അവരുടെ പ്രധാനപ്പെട്ട വിഷയം ഒരു ചാൺ വലിപ്പമുള്ള അവരുടെ വയറു മാത്രമാണ്. മാത്രമല്ല വഖിബലതുഹും നിസാഉഹും, അവരുടെ പ്രധാനപ്പെട്ട ഖിബല മുസ്ലിം സമൂഹം പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കുന്നത് പോലെ, നിസ്കാരത്തിൽ മുഴുവൻ വിശ്വാസികളും കഅബയിലേക്ക് തിരിയുന്നത് പോലെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അവർ പ്രധാനമായി തിരിയുന്നത് പെണ്ണിലേക്കാ. അവരുടെ പ്രധാനപ്പെട്ട വേദന വയറിന്റെ വിഷയത്തിലാ. അത് വിഷം ഛർദ്ദിച്ചിട്ട് വേണ്ടിയില്ല, എങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ടും വേണ്ടിയില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി, എന്ത് പ്രശ്നമുണ്ടാക്കിയിട്ടും പ്രശ്നമില്ല, എന്ത് തോന്നിയവാസം പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല. വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന മാന്യതയുള്ള മുസ്ലിം സ്ത്രീകളെ പുറത്തു കൊണ്ടുവന്നവരുടെ ശരീരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കലാണ് അവരുടെ ലക്ഷ്യം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരികയാ. വഖിബലതുഹും നിസാഉഹും, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, പെൺമക്കളെ, നിങ്ങൾ നന്നായി മനസ്സിലാക്കണേ. ഇസ്ലാമിന്റെ വിമർശകരെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകൾ, നിങ്ങൾക്ക് തോന്നും അവർ നല്ല സുഹൃത്താണ്, നിങ്ങൾക്ക് തോന്നും അവർ നല്ലൊരു ബ്രോയാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അവരുടെ ലക്ഷ്യം വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന മുസ്ലിം പെണ്ണിന്റെ സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിക്കലാണ്. കഴുകന്റെ കണ്ണുകളോടുകൂടി അവരുടെ ശരീരത്തെ വലിച്ച് കടിച്ചു പറിക്കലാണ്, അവളെ കൊത്തി വലിക്കലാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്തിന് മുമ്പേ മുന്നറിയിപ്പ് തന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ആശയവും ആദർശവും വർത്തമാനവും ഒക്കെ കേൾക്കുമ്പോ, തേനിൽ ചാലിച്ച ആ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ, ഇതാണ് ശരി, ഇതാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് ആരും പോകാൻ നിൽക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇവിടെ ഇപ്പോ അടിമ എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിന് നേരെ നിരന്തരമായി ആക്ഷേപം ഉന്നയിക്കുന്നതാണ്. നാം ആദ്യമായി മനസ്സിലാക്കുക, അടിമയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കും സംശയമുണ്ടാവുമല്ലോ, നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് അടിമ സമ്പ്രദായം എന്ന ഒന്ന് കൊണ്ടുവന്നത് ഇസ്ലാമല്ല. നന്നായി മനസ്സിലാക്കണം, അടിമ സമ്പ്രദായം എന്ന ഒന്ന് ഇവിടെ കൊണ്ടുവന്നത് ഇസ്ലാമല്ല, മുസ്ലിങ്ങളുമല്ല. ഇതിവിടെ കാലങ്ങളായി നിലനിന്നു വന്നിരുന്ന ഒരു രീതിയാണ്, ഒരു സമ്പ്രദായമാണ്. ഇങ്ങനെ ഒരു രീതിയെ, ഇങ്ങനെ ഒരു ശൈലിയെ ഒറ്റയടിക്ക് വിശുദ്ധമായ ഇസ്ലാം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടില്ല. പകരം പല മാർഗങ്ങളിൽ കൂടി അതിന്റെ കടുപ്പം കുറയ്ക്കുവാൻ ഇസ്ലാം ശക്തമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള മാർഗം എന്താണ്? വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അടിമയെ മോചിപ്പിക്കലാണ്. സൂറത്തുൽ ബലദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു, വമാ അദ്റാക മൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ബലദിൽ അല്ലാഹു സംസാരിക്കുകയാണ്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അഭിസംബോധന ചെയ്യുകയാണ്. തങ്ങളെ ഹിമാലയ സാനുക്കൾ താണ്ടിക്കടക്കുവാനുള്ള മാർഗം, വലിയ വലിയ മലമ്പാതകൾ താണ്ടിക്കടക്കുവാനുള്ള മാർഗം, വലിയ വലിയ പർവ്വതങ്ങൾ കവച്ചു വെക്കുവാനുള്ള മാർഗം, വലിയ വലിയ തടസ്സങ്ങൾ കടന്ന് സ്വർഗത്തിലെത്തുവാനുള്ള മാർഗം അങ്ങയ്ക്കറിയുമല്ലോ നബിയേ. അടിമയെ മോചിപ്പിക്കലല്ലേ വിശുദ്ധമായ ഖുർആൻ. വമാ അദ്റാക മൽ അഖബ, വലിയ വലിയ തടസ്സങ്ങൾ മാറ്റി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം എന്താണെന്ന് അങ്ങയ്ക്കറിയുമല്ലോ യാ റസൂലല്ലാഹ്. ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണ് വിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. നിങ്ങൾ നോക്കൂ, സ്വർഗപ്രവേശനത്തിനുള്ള മാർഗമായി വിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അടിമയെ മോചിപ്പിക്കലാണ്. മാത്രമല്ല, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ പല തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി, അന്ന് അടിമകൾ നിരന്തരമായി കച്ചവടം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്, പല തിന്മകൾക്കുമുള്ള പ്രായശ്ചിത്തമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമ മോചനം നിയമമാക്കി. ഇന്ന തെറ്റ് ചെയ്താൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കൂ, അതാണ് അതിനുള്ള പരിഹാരമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല, ഒരടിമയ്ക്ക് സ്വന്തമായി മോചനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ, അതിനുള്ള മാർഗവും ഇസ്ലാം വെച്ചു. അൽ മുകാത്തബ, മോചനപത്രം എഴുതപ്പെട്ട അടിമ, അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാം കൊണ്ടുവന്നു. ഒരടിമയ്ക്ക് തന്റെ ഉടമയോട് പറയാം, എനിക്ക് മോചനം വേണം, എത്ര രൂപ തന്നാൽ ഇയാൾ എന്നെ മോചിപ്പിക്കും? അയാൾ പറയുകയാണ്, 1,00,000 രൂപ തരണം, അല്ലെങ്കിൽ എനിക്ക് 1000 സ്വർണ്ണ നാണയം തരണം, 500 ദിർഹം തരണം, 500 ദീനാർ തരണമെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ പത്രം വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുന്നു, അതിൽ രേഖപ്പെടുത്തുകയാണ്, കൃത്യമായി അതിൽ എഴുതുകയാണ്, അതിൽ സീൽ ചെയ്യുകയാണ്. എന്നു മാത്രമല്ല, വിശുദ്ധമാകുന്ന ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണെങ്കിൽ, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ, ആ ഗവൺമെന്റിനോട് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് എന്ത്? മോചനപത്രം എഴുതപ്പെട്ട അടിമയ്ക്ക് പൈസ തികയുന്നില്ലെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള, സ്വതന്ത്രനാവാനുള്ള പൈസ ഗവൺമെന്റ് കൊടുക്കണം. സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഗവൺമെന്റ് അയാൾക്ക് പൈസ കൊടുത്ത് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് അയാളെ സ്വതന്ത്രമാക്കണം. ഇത് ഇസ്ലാമിക രാജ്യത്തിനോടുള്ള സക്കാത്ത് കൃത്യമായി പിരിച്ച് നടപ്പാക്കുന്ന ഇസ്ലാമിക ഭരണമുള്ളിടത്ത് വിശുദ്ധമായ ഇസ്ലാമിന്റെ കൽപ്പനയാണിത്. ഇത്ര കൃത്യമായിട്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഇടപെടുന്നത്. മാത്രമോ, അടിമ സ്ത്രീയെ വിൽപ്പന ചരക്കാക്കി വെച്ചിരുന്ന ഒരു കാലം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അടിമ സമ്പ്രദായം ഇസ്ലാം കൊണ്ടുവന്നതല്ല. അടിമ സ്ത്രീയെ വിൽപ്പന ചരക്കാക്കി വെച്ചിരുന്ന ഒരു കാലം. രാത്രിയിൽ ഒരാൾ വരുന്നു, തന്റെ അടിമ സ്ത്രീയെ കൊടുക്കുന്നു, രാവിലെ തിരിച്ചു കൊണ്ടുവന്ന് വിടുന്നു, ഒപ്പം പൈസയും കിട്ടുന്നു, സമ്പത്തും കിട്ടുന്നു. ഇങ്ങനെ അടിമ സ്ത്രീയെ കച്ചവട ചരക്കാക്കി
വെച്ചിരുന്ന ഒരു കാലത്ത് വിശുദ്ധമായി ഇസ്ലാം കൃത്യമായി ഇടപെടുകയാണ്. ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ ഏച്ചത്തരമൊന്നും കഴിയില്ല. ആരുടെ കീഴിലാണോ ഈ അടിമപ്പെണ്ണുള്ളത് അയാൾക്ക് മാത്രമേ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശമുള്ളൂ. വിശുദ്ധമായി ഇസ്ലാം നിയമമാക്കി. മാത്രമോ ഈ അടിമ സ്ത്രീയെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കുന്നതോടെ ഈ സ്ത്രീ അയാളുടെ ഭാര്യയായി മാറുകയാണ്, പിന്നെ അടിമയല്ല. പോകട്ടെ, ഈ സ്ത്രീയെ അടിമയായി തന്നെ വെച്ചുകൊണ്ട് ഇയാൾ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അതിലൊരു കുട്ടി ഉണ്ടായാലോ ആ കുട്ടിയുടെ വിധി എന്താണ്? ആ കുട്ടി സ്വതന്ത്രനായ മനുഷ്യന്റെ മകനാണ്. അതിനാൽ ആ കുട്ടി സ്വതന്ത്രനാണ്. മാത്രമല്ല, ഈ അടിമ സ്ത്രീയുടെ പേര് പിന്നെ പറയുന്നത് അടിമ സ്ത്രീ എന്നല്ല, ഉമ്മുവലത് എന്നാണ്. ഉമ്മുവലത്, ഇയാളുടെ കുട്ടിയുടെ ഉമ്മ എന്നാണ്. ഇയാൾ മരണപ്പെടുന്നതോടുകൂടി ആ സ്ത്രീയും സ്വതന്ത്രയാണ്. മാത്രമല്ല, ഈ സ്ത്രീയിൽ ഉണ്ടായതാകുന്ന മകൻ അല്ലെങ്കിൽ മകൾ ഇയാളുടെ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന നിലയ്ക്ക് അയാളുടെ സ്വത്തിന് അർഹതയുള്ള ആളായി മാറുകയാണ്. ഇത്ര കൃത്യമായി അടിമകളുടെ വിഷയത്തിൽ ഇസ്ലാം ഇടപെട്ടെന്നു മാത്രമല്ല, നിങ്ങൾ ഏതു വസ്ത്രമാണോ ധരിക്കുന്നത് അതേ വസ്ത്രം അവരെ ധരിപ്പിക്കണം. നിങ്ങൾ എന്താണോ കുടിക്കുന്നത് അത് തന്നെ അവരെ കുടിപ്പിക്കണം. നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ബഹുമാനപ്പെട്ടവരുള്ള സദസ്സിൽ തങ്ങൾ സംസാരിക്കുകയാണ്, അത്ഇമുഹും മിമ്മാ തഅകുലൂൻ വഅൽബിസുഹും മിൻ ലബൂസികും വലാ തുഅദിബൂ ഖൽഖല്ലാഹ്. എന്തൊരു വർത്തമാനമാണിത്! അടിമയെ മനുഷ്യനായി പോലും കാണാത്തൊരു കാലഘട്ടത്തില് നിങ്ങൾക്കറിയുമല്ലോ ചരിത്രമെല്ലാം. ബഹുമാനപ്പെട്ടതാകുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കറുത്ത മനുഷ്യനാ, സൗന്ദര്യമില്ലാത്ത മനുഷ്യനാ, മുടി ചുരുണ്ട മനുഷ്യനാ, ചുണ്ട് തടിച്ച മനുഷ്യനാ. ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിമയാക്കി വെച്ചിരുന്നത് ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്നൊരു ക്രൂരനാണ്. വിശുദ്ധമായ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് അക്രമങ്ങൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നതിന്റെ പേരിലും ഒരുപാട് പീഡകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്തിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബിലാൽ വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് അല്പം മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുന്ന ബിലാലുൽ ഹബശി റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിക്കുന്നു. അടുത്തേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മാറോട് അണച്ചു ചേർക്കുന്നു, തന്റെ ശരീരത്തോട് അടുപ്പിക്കുന്നു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ കറുത്ത നെറ്റിയിൽ ഇരു പുരികങ്ങളുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടിനേക്കാൾ മാർദ്ദവമുള്ള ചുവന്ന് തുടുത്തതാകുന്ന ആ ചുണ്ടുകൊണ്ട് സൗന്ദര്യത്തിന്റെ ആൾരൂപമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചുംബനം കൊടുക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹു നിന്നങ്ങ് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ ബിലാലെ കരയുന്നത്? എന്തിനാണ് ബിലാൽ കരയുന്നത്? എന്തിനാണ് ബിലാൽ വ്യസനിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു പഴയ കാലമുണ്ടായിരുന്നു. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ കീഴിൽ ഞാൻ നിന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു എനിക്ക് നല്ല ശബ്ദം നൽകിയിട്ടുണ്ട്. അല്ലാഹു എനിക്ക് പാട്ടുപാടാൻ കഴിവ് തന്നിട്ടുണ്ട്. ഉമയ്യത്ത് ഇബ്നു ഖലഫും അവന്റെ കൂട്ടാളികളും ഒരുമിച്ചിരുന്ന് നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് മദ്യം നുകർന്ന് സ്ത്രീകളുടെ ആട്ടവും പാട്ടുമെല്ലാം കേട്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുമ്പോ ഞാൻ കിടന്നുറങ്ങുന്നത് മൃഗത്തിന്റെ ആലയിലാ, ഒട്ടകത്തിന്റെ തൊഴുത്തിലാ. ഒട്ടകത്തിന്റെ തൊഴുത്തിൽ
കിടക്കുന്ന എന്നെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് അല്പം മാറ്റി നിർത്തിയിട്ട് ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ കൊണ്ട് പാട്ട് പാടിക്കും. മാത്രമല്ല എന്റെ പാട്ട് കേട്ടവർ നന്നായി ആസ്വദിച്ചതിന് ശേഷം അവരിൽ പലരും എന്നെ ഉപദ്രവിക്കും, അവരിൽ പലരും എന്നെ അടിക്കും, അവരിൽ പലരും എന്നെ ആക്ഷേപിക്കും, അവരിൽ പലരും എന്നെ വേദനിപ്പിക്കും. അങ്ങനെ ഒരു കാലത്ത് നിന്നാണ് ഈ ബിലാൽ വരുന്നത്. നബിയേ, ഇതുപോലെ നെഞ്ചോടണച്ച് ചേർത്ത് ഒരു ചുടുചുംബനം ഞാൻ ആസ്വദിക്കുന്നത് ആദ്യമായിട്ടാണ് യാ റസൂലല്ലാഹ്. ഇത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയതാണെങ്കിൽ അടിമകളെ ചേർത്ത് പിടിക്കാൻ കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അത്ഇമൂഹും മിമ്മാ തഅകുലൂൻ. നിങ്ങൾ എന്ത് കഴിച്ചാലും അവരെ കഴിപ്പിക്കണം, നിങ്ങൾ എന്ത് തിന്നാലും അവരെ തീറ്റിക്കണം, എന്ത് രുചിയുള്ള പാനീയം കുടിച്ചാലും അവർക്കും അതിൽ നിന്നൊരു വിഹിതം കൊടുക്കും. നിങ്ങൾ ഏത് വസ്ത്രമാണോ ധരിക്കുന്നത്, നിങ്ങൾ എത്ര കൂടിയ വസ്ത്രമാണോ ധരിക്കുന്നത്, ആ വസ്ത്രം തന്നെ നിങ്ങൾ അടിമയെയും ധരിപ്പിക്കണം. വലാ തുഅദ്ദിബൂ ഖൽഖല്ലാഹ്. അടിമയെ ഉപദ്രവിക്കുന്നത് പ്രൗഢിയായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം വരികയാ, വലാ തുഅദ്ദിബൂ ഖൽഖല്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ഉപദ്രവിക്കല്ല, അവരെ വേദനിപ്പിക്കല്ല, അനാവശ്യമായി അവരുടെ ശരീരത്തിൽ തൊട്ടുപോകല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഞാൻ ചില സാമ്പിളുകൾ മാത്രമാണ് പറഞ്ഞത്. അടിമയോടുള്ള, അടിമ സമ്പ്രദായത്തോടുള്ള വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലപാടാണിത്. അടിമയോട് ഇസ്ലാം ക്രൂരത കാണിച്ചു, ഇസ്ലാം ഭീകരതയുടെ മതമാണെന്നൊക്കെ പറയുന്നത് വിഡിത്തമാണ്. ഒന്നുകിൽ വിവരക്കേടാണ്, അല്ലെങ്കിൽ വിവരക്കേട് വിവരക്കേട് മനഃപൂർവം വിവരക്കേട് പ്രചരിപ്പിക്കുക, വിവരമില്ലാത്തതുപോലെ അവർ അഭിനയിക്കുക. ഈ അടിമത്വത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലപാട് നാം മനസ്സിലാക്കി. പിന്നെ ആകെ പറയാനുള്ള ഒരു കാര്യം എന്താ? പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം പരിപൂർണമായി അടിമ സമ്പ്രദായം നിരോധിച്ചില്ല? ഇങ്ങനെ ഒന്നും പെരുമാറിയ പോലെ അടിമ സമ്പ്രദായത്തെ പരിപൂർണമായിട്ട് നമ്മൾ നിരോധിക്കുക കൂടി വേണം, അല്ലെങ്കിൽ അതിന്റെയും ചീത്തവിളി ഇസ്ലാമിനാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ യാഥാർത്ഥ്യം എന്താണ്? ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമ സമ്പ്രദായത്തെ നിരോധിച്ചു എന്ന് നിങ്ങൾ കരുതുക. സ്വാഭാവികമായും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധിപനായിരിക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് തുടർന്നുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായി ഒരുപക്ഷെ യുദ്ധങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. ആ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമത്വത്തെ നിരോധിച്ചാൽ മുസ്ലിം സമൂഹം പിടിക്കുന്നതാകുന്ന തടവുകാരെ മുസ്ലിം സമൂഹത്തിന് തടവുകാരാക്കി വെക്കാൻ കഴിയില്ല. എന്നു മാത്രമല്ല, മറുപക്ഷത്ത് നിന്ന് അവർ പിടിക്കുന്ന ആളുകളെ അടിമകളാക്കി അവർ വെക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അവർ അടിമകളാക്കി വെക്കുന്നു, നമ്മളാണെങ്കിലോ അവരെ സ്വതന്ത്രരാക്കുന്നു, വെറുതെ വിടുന്നു. അതൊരിക്കലും സാധ്യമല്ല. അവർ അടിമകളാക്കുമ്പോൾ നമുക്കും അത് തന്നെ മാർഗമുള്ളൂ. അതിനാലാണ് പരിപൂർണമായി നിരോധിക്കാത്തത്. മറ്റൊരു വിഷയം കൂടി നാം മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. സൃഷ്ടികളുടെ കൈകടത്തൽ ഇതിൽ ആവശ്യമില്ല. നമ്മുടെ സ്വതന്ത്രവാദമൊന്നും ഇതിലേക്ക് കടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റേണ്ട ആവശ്യമില്ല. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഇതിലൊരു ന്യൂനതയുമില്ല. അടിമ സമ്പ്രദായം പരിപൂർണമായി അള്ളാഹു നിരോധിച്ചില്ല. അത് വിശ്വാസികളായ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. അടിമ സമ്പ്രദായം ഇല്ലാത്ത ഇടങ്ങളിൽ അടിമകളാക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം, പിന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, പല അടിമകളെയും കൊന്നിട്ടുണ്ട് എന്നാണ്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമകളായി പിടിച്ച പലരെയും കൊന്നിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി അടിമ സമ്പ്രദായത്തോട് ഇസ്ലാമിന്റെ പൊതുവായ നിലപാട് എന്താണ് എന്ന്. പിന്നെ ചിലരെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ അതിനല്പം ബുദ്ധി മതി.
വലിയ ബുദ്ധിരാക്ഷസനൊന്നും ആകേണ്ടതില്ല, അല്പം ബുദ്ധിമതി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഇസ്ലാമിക ഭരണാധികാരികളോ ഏതെങ്കിലുമൊക്കെ അടിമകളെ കാലഘട്ടത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ശക്തമായ ന്യായങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പ്രശ്നം തീരുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് അടിമ എന്ന വലിയ പോത്താമ്പിയുമായി ഇസ്ലാമിന് നേരെ ആരും വരേണ്ടതില്ല എന്നതാണ്. ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട് കൃത്യവും വ്യക്തവും സുതാര്യവും ആരുമായും ചർച്ച ചെയ്യാൻ കഴിയുന്നതുമാണ്. ഞങ്ങളുടെ ആദർശമൊന്നും ഒളിച്ചു വെക്കേണ്ടതല്ല. ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്.